ഞാനാ വാസു. ശൗരി. ശൗരി, എപ്പോ എത്തി നീ? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്റെ അമ്മച്ചിയും സാറാക്കുട്ടി എങ്ങനെയാ മരിച്ചേ? ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ശൗരി. വിഷം കുടിച്ചാ മരിച്ചത്. നീ എവിടാന്ന് വെച്ച് അറിയിക്കാനാ? നേരത്തോട് നേരം കാത്തു കൈമളദ്ദേഹവും ഞങ്ങളുമൊക്കെ ചേർന്ന് അടക്കം ചെയ്തു. തലേന്ന് പൊന്നിച്ചട്ടിയുടെ വീട്ടിൽ സാറാ പോകുന്നത് കണ്ടവരുണ്ട്. അവള് പാടത്ത് ഒറ്റക്കിരുന്ന് കരയുന്നത് കണ്ട് നമ്മുടെ ജവഹരൻ കാര്യം അന്വേഷിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ആരാ വാസു ഈ പൊന്നിച്ചട്ടി? എന്താടാ സട്ട? പണം താണ്ടാ സട്ട. മുതലാളി രക്ഷിക്കണം. തന്റെ കയ്യില് വെച്ചുക്കോ. മലയാളം അറിഞ്ഞൂടാ സർദാന വക്കീല്? വളരെ ശരിയാ മോനെ. കടം വാങ്ങിയത് നേരാ. പാടം തിരിച്ചു കിട്ടിയ പണി ചെയ്ത് ഞാൻ പലിശയും തീർത്ത് മടക്കി തന്നോളാം. മടക്കി മടക്കി എങ്കടാ മടക്കരുത്? മടക്ക വന്നിട്ടാണ് പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോടാ പോടാ. കല്യാണം കഴിച്ചില്ലേ? ഭാര്യയുടെ പേരെന്താ? അപ്പൊ 2 കല്യാണം കഴിച്ചില്ല. നമസ്കാരം മുതലാളി. വക്കീലേ, ഇതെന്താ കോലം? കോലമല്ല മുതലാളി, ലാടന്മാരാ. ആണ്ടൊഴിക്കാൻ വന്നിട്ട് പോകും. ഈ ചെപ്പിടി വിദ്യകളും കൈവിദ്യകളും ഒക്കെ ഉണ്ട്. കൊയ്ത്താമ വരും, വീട് തോറും കയറി ഇറങ്ങും. ഇത്തിരി ജോൽസ് നാടി ചികിത്സ ഒക്കെ ഉണ്ട്. അപ്പടിയാ? പോങ്ക പോങ്ക. പോടാ പോ പോ. ഊരുകണ്ടികളാ മുതലാളി. ആമാ, പക്ഷേ ഊരിലെ തെണ്ടികളല്ല. തനിക്ക് എന്താണോ വേണ്ടത്? എനിക്ക് എംജാന്റെ പടം വേണം. അത് മുതലാളി വിചാരിച്ച എംജിആർ പടമാ? പാപ്പോ പാപ്പോ അങ്ങനെ പടം ഉണ്ടോ? മതി പാപ്പെങ്കിൽ പാപ്പോ. ഇന്ന് തന്നെ പോസ്റ്റ് ഒട്ടിച്ചളയാ പാപ്പോ. എന്റെ കാക്കി തിരിച്ചു കിട്ടിയിട്ടെ ഞാനിനി അവനെ കാണും. നിന്റെ അമ്മച്ചിയും സാറയും മരിച്ച കേസിൽ ഞാൻ അവനെ ചോദ്യം ചെയ്തു എന്നതാണ് എന്റെ കുറ്റം. ഞാൻ സസ്പെൻഷനിലായി. ഉടൻ തിരിച്ചു കയറും. നമ്മുടെ ബഷീർ ഇപ്പൊ മന്ത്രിയാ. അറിഞ്ഞു. ഞാൻ ബഷീറിനെ കണ്ട് സംസാരിച്ചിരുന്നു. സസ്പെൻഷന്റെ കാര്യം ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോ ആരാ താമസം വാസു? വീടിപ്പോ ചെട്ടിയാരുടെ കൈവശമാണ്. അയാളത് പുതുക്കി പണിതത്. വീട് പണയം വെച്ച് സാറ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നു. നിന്റെ അമ്മയുടെ ചികിത്സക്കും കച്ചവടത്തിനും ഒക്കെ ആയിട്ട്. കച്ചവടമൊക്കെ പൊളിഞ്ഞു, കടം നിന്നു, പലിശയും. അങ്ങനെ ചെട്ടിയാർ വീട് ഒഴിപ്പിക്കും എന്ന് വന്നപ്പോഴാണ് അമ്മയും മോളെ ഈ പണി പറ്റിച്ചത്. നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നില്ല. അത് പോട്ടെ, നീ പോയാ ബഷീറിനെ ഒന്ന് കാണണം. കാലഹരണപ്പെട്ട കേസാ, എഴുതി തള്ളാവുന്ന കാര്യമേ ഉള്ളൂ. ആ കേസെല്ലാം പിൻവലിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ വീട് എനിക്ക് തിരിച്ചു വേണം വാസു. എന്റെ അപ്പനും അമ്മച്ചിയും പെങ്ങളും കഴിഞ്ഞിരുന്ന വീടാ. പാപ്പി മാപ്പിളയുടെ മകനായിട്ട് എനിക്ക് അവിടെ തന്നെ കഴിയണം. എല്ലാം നേരെയാക്കാം. ആ കേസൊന്ന് പിൻവലിച്ചോട്ടെ. എത്ര നാളിങ്ങനെ ഈ ലാടന്റെ വേഷത്ത് കഴിയാനാ? ലാടൻ ആദ്യമായി ഇവിടെ ഇല്ലയോ? ആമാഷ്മ, നാട്ടിലെ ഊട്ടുവരെയായിരുന്നു ഒരു കാലത്ത് ഈ വീട്. ഇപ്പൊ എന്നാ ചഷ്മ? ഇപ്പോഴും അതുപോലെ തന്നെ. ഐശ്വര്യലക്ഷ്മി അല്ലേ അമ്മ? അന്നപൂർണേശ്വരി. അതെ അതെ, അർത്ഥപട്ടിണിയിൽ അന്നപൂർണേശ്വരിയും നിത്യദാരിദ്ര്യത്തിൽ മഹാലക്ഷ്മിയും. ഒരു നേരം ലാടൻ അന്നമൂട്ടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള തൃപ്തിയിലാ ഞങ്ങള്. വരുവേസ്മ, നല്ല കാലം വരും, കണ്ടിപ്പാ വരും. എന്നാ വരേസ്മ. അമ്മാ, പഠിപ്പിൽ അടച്ചേക്കുമോളെ. പാർവതി കുഞ്ഞേ, ശൗരി, നോക്കാൻ ഏൽപ്പിച്ചു പോയതല്ലേ പാർവതി കുഞ്ഞെ? അമ്മച്ചി സാറാക്കുട്ടി നോക്കിയില്ലല്ലോ. വേണ്ട, ഞാൻ പോവുക. ഇപ്പൊ ആരും അറിയണ്ട. പിടികിട്ട പുള്ളിയായിരുന്നു. ഞാനാണയിട്ടാൽ അത് നടന്ന് വിട്ടാൽ എന്താണ് ഇട്ടത്? കാണുമ്പോഴൊക്കെ പാപ്പം പാപ്പം എന്ന് പറയല്ലാതെ ആ ഒടുക്കത്തെ ചെട്ടേർ ഇവിടെ നടക്കുന്ന എന്താന്ന് പറഞ്ഞു കാണുകയല്ല. എന്റെ പൊന്നും വാദ്യാരെ, ഇന്ന് 5:30 ബോട്ടിനെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പുഴയിലെ
ഈ ചന്ദ്രാപ്പിനിക്കാര് ഉറുമീസിന് ചവ പോന്തു. അത് കാണാൻ ഇഷ്ടണ്ടാവില്ലല്ലോ. അത് മാത്രല്ല, പിന്നീട് അവിടെ കിടന്ന് വെള്ളം കയറി വീർക്കുമ്പോ നാട്ടുകാര് പോലീസിനെ കൊണ്ടുവരും. വാഴപ്പോള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി നടക്കും. കണ്ട പൊത്തലും നെത്തലും മാക്രിയും പാമ്പും എല്ലാം കൂടി കടിച്ചു വലിച്ച് താഴോട്ട് കൊണ്ടുപോകും. അവിടെ കിടന്ന് ഞാൻ ശ്വാസം മുട്ടി മരിക്കും. മരിച്ചില്ലേ? ഇല്ലേ? இல்ல. உங்களோட வியாதி என்ன? വ്യാധി അല്ലല്ലോ ആടറെ, ആദിയാണ്. 3 ദിവസമായി കളിക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഇതേവരെ പെട്ടി എത്തിയില്ല. എണ്ണി പറയുകയാണെങ്കിൽ ഇന്നലെ വരെ 100-150 പേരുടെ ഇടിയും ഒരു 10-20 തൊഴിയും നല്ല പടക്കം പൊട്ടുന്ന മാതിരി 10-500 പെണ്ണുങ്ങളുടെ ആട്ടുതുപ്പും കിട്ടി. ഇന്നിതാ ഒരു കൊട്ടക കത്തിക്കാനുള്ള ശ്രമത്തില. கையை கொஞ்சம் காட்டுங்க. എന്തിനാ കൈ വെട്ടാനാ? എന്നാ അത് കൂടി നടന്നോട്ടെ. அல்ல, ഇന്ന് നടക്കും. കൊട്ടക കത്തിക്കലോ? അല്ല യസ്മ, കളി നടക്കും. അതെയോ? ഉറപ്പാലാടറെ? ഉറപ്പ്. നമ്പിക്കലാമാ? നമ്പിക്കല. ഇന്ന് മുതൽ നല്ല കാലം വരും. നല്ല കാലം വന്നല്ലേ വേണ്ടിയില്ല, പെട്ടി എത്തിയാ മതി. പെട്ടിയും വരും. ഞാനാണയിട്ടാൽ എന്റെ അണ്ണാ. തൊഴുതിട്ടാ വരുന്നത്. അതല്ല, മുതലാളിയെ തൊഴാൻ. എന്താ പാർവതി, സുഖം തന്നെ? അച്ഛൻ நல்லா இருக்கா? പോയിക്കോ. ഡേയ് വളിയ ഓടുങ്ങടാ, പോയിക്കോ. വക്കീല്, ഓ, ആ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. എല്ലാം ചെട്ടിയാരുടെ വെപ്പാട്ടികളാ. ഓരോ ബന്ധവും പറഞ്ഞ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. വലിയ വലിയ അതിഥികൾ പലരും എത്താറുണ്ട് ഇവിടെ. ദാനശീലനാ പൊന്നിച്ചട്ടി. അമ്പലത്തിനും പള്ളിക്കും നേർച്ചക്കാശ്, പാർട്ടികൾക്ക് പിരിവ്, വൻ തുകകളാ. നാട്ടുകാർക്കെല്ലാം അറിയാം ഈ വീടിനെ പറ്റി. പക്ഷെ നാവനക്കത്തില്ല. എല്ലാവരും പൊന്നിച്ചട്ടിയുടെ കടക്കാരാ. നായരുടെ പേര് പറഞ്ഞ് വക്കീലും ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് ചാക്കോയും പാടം തുണ്ട് തുണ്ടാക്കി ചെട്ടിയാർ കടിയറ വെച്ചു. സർക്കാർ റേഷൻ കടകൾ തുറന്നു. പക്ഷെ റേഷനൊക്കെ ചെട്ടിയാരുടെ ഗോഡൌണില. ഒന്നും പറയണ്ട എന്റെ ശൗരി. ഇനി ഇപ്പോഴത്തെ ഭരണം എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്. ഒന്നും അറിഞ്ഞുകൂടാത്തവൻ എന്തുമാകാമല്ലോ. MD നീയായിരുന്ന പേടിച്ചു പോയല്ലോ. എന്ത് ഇപ്പൊ വെറുതെ ഇരിക്കാണോ? ഇപ്പോഴല്ല, കുറച്ച് ദിവസമായിട്ടൂടെ വെറുതെ ഇരിക്കുക. എന്നാ കുറച്ച് കരിയിലക്ക് കൊണ്ടുപോവാ. എന്താ നിന്റെ അസുഖം? എന്റെ കോപ്പം. നിയമം നിയമം നിയമം. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അങ്ങനെ ഒരു രസമുണ്ട്. നിന്റെ പേരിന്റെ അറ്റത്തുള്ള ഈ ബിരുദം MD കരിതേച്ച് മാച്ചുകളാ. അയ്യടാ, മാച്ചുകളാനെ. അതെന്റെ ബിരുദമല്ലാന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെന്റെ ഇനീഷ്യലാ, MD. മഠത്തിൽ ദാമോദരൻ. ദാമോദരൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനാ. എടാ മടത്തി മരങ്ങോടാ. ഇനി ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. പഞ്ചായത്തിൽ നിന്ന് ആള് വരുന്നുണ്ട് അന്വേഷിക്കാൻ. ഈ ബോർഡിന്റെ സ്ഥാനത്ത് നിന്നെ അവര് കെട്ടി തൂക്കും. പിന്നെ ഞാൻ അറിയാത്തൊരു പഞ്ചായത്ത്. നീ അറിയാത്തൊരു പഞ്ചായത്ത്. എടാ ഭരണം മാറി ഹെൽത്ത് ഇൻസ്പെക്ടറാ വരുന്നത്. ഈ ബിരുദം കരിതേച്ച് മായ്ച്ചാൽ നിന്റെ ശരീരം കരിക്കട്ടാകാതിരിക്കും. ഇല്ലേ ഞാൻ തന്നെ വരും നിന്നെ പൊക്കി കരിതേച്ച് ഇവിടെ തൂക്കാൻ. പിന്നെ ചികിത്സക്ക് എങ്ങനെയുണ്ട് വൈദ്യരെ? വൈദ്യരെ വിളിക്കുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടായിരുന്നില്ലേ, അടുത്ത കാലത്ത് പറഞ്ഞിട്ടില്ലോ. കരിയലക്ക് അപ്പൊ മായ്ക്കേണ്ടി വരുമല്ലേ? മായ്ക്കും. നമസ്തേ ടീച്ചർ. നമസ്തേ. പിള്ളേരെ, കുഞ്ഞമ്മോ, കഥയച്ചടിച്ച് വന്നിട്ടുണ്ടല്ലോ. നിഴലിനെ വരിച്ച പെൺകുട്ടി കണ്ടില്ലായിരുന്നോ? ഇല്ല, അച്ചടിക്കൊന്ന് എഴുതിയിരുന്നു. കൊള്ളാം കേട്ടോ, ഞാൻ വായിച്ചു. ഞങ്ങളെ പറ്റി കുറച്ചുകൂടിയൊക്കെ എഴുതായിരുന്നു. ചരിത്രമേറെ പറയുന്ന വീട്ടിൽ ജനനം, ചാരിത്രത്തിന് കാവലായി വാളൂന്നി ജീവിച്ച കാരണവന്മാരും. ആദ്യത്തെ ഓർമ്മ ആയിരപ്പറ പാടത്താണ്. ഉഴലിനും നടിയലിനും കൊയ്ത്തിനും മെതിക്കുമിടയിൽ ശൗരിയോടൊപ്പം കളിച്ചു നടന്ന കാലം. ശൗരി വാ, നമുക്ക്
ഇവൻ ഏതാ? നമ്മുടെ പാപ്പിയുടെ മോനാ. കഴിച്ചോടാ. നായിക്കും നസ്രാണിക്കും പ്രസാദം കൊടുക്കരുതെന്ന് ആ ചൊല്ല്. ആര് ചൊല്ലുന്ന? ഏതെങ്കിലും ഒരു ശുംഭം പറഞ്ഞു കാണും. തലമുറകൾ ഏറ്റു ചൊല്ലുന്ന വിവരക്കേടിനാ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തോന്ന് ജാതി. അവര് പ്രസാദിച്ചാലേ ഈശ്വരൻ പ്രസാദിച്ച പോലെ. ദുർവാശിയുള്ള പരദേവതകൾ ശപിച്ചു കാണും. നാട്ടുകാർക്ക് അന്നമൂട്ടി അറയൊഴിഞ്ഞ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നെടുവീർപ്പിട്ടു യൗവനം. കേട്ടോ പാപ്പി, അമ്മൂമ്മ പണ്ട് പറയുമായിരുന്നു, തനിക്ക് താനും പെരയ്ക്ക് തൂണുവന്നു. അന്നേ നോക്കിക്കണ്ട് കുറെയൊക്കെ അറ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷ ചോദിക്കാതെ കഴിയാമോ. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്ന ഏമാന് നല്ലതേ വരൂ. കർത്താവിന്റെ മുഖമായ മോന്. കുരിശിലേറ്റുവോ പാപ്പി? കുരിശിലേറ്റിയാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ കർത്താവ്. ശൗരി, തേവാരപ്പുരയിൽ കരിവിളക്ക് കത്തിച്ച് നെടുവീർപ്പുകൾ താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മനസ്സിനറിയാവുന്ന നാട്ടുവഴിയിൽ വല്ലപ്പോഴുമെങ്കിലും പാപ്പിച്ചേട്ടൻ്റെയും ശൗരിയുടെയും നിഴലുകൾ എനിക്ക് കൂട്ടുവരാറുണ്ട്. നാടുറങ്ങുമ്പോൾ ആരും കേൾക്കാതെ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ച് പടിപ്പുരയടച്ച് മാളിക മുകളിലെ മൂടലിൽ ചേക്കേറിഞ്ഞാൻ മനസ്സിൽ മാംഗല്യം തുടികൊട്ടും. വളവര വെച്ച വള്ളമൂന്നി നീങ്ങുന്ന ശൗരിയുടെ നിഴലുദിക്കും. കണ്ണടച്ച് ആ നിഴലിനെ വരിക്കും ഞാൻ. ഞങ്ങളെ ഉണർത്താൻ ഉദയം ഒരിക്കലും വരാതിരുന്നെങ്കിൽ. എന്തിനു പോകുന്നെന്നോ എങ്ങോട്ടെന്നോ ഒരു രൂപവുമില്ല. ആരോടും ഒന്നും മിണ്ടിയില്ല. കൂടെയുള്ളവരെല്ലാം ജോലി തേടി നാട് വിട്ടവരാണെന്ന് മാത്രം മനസ്സിലായി. ഏതോ ഒരു രാത്രിയിൽ വീണ്ടും പത്യമാരിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിഞ്ഞു. നീന്തി തളർന്ന് കരക്കടിഞ്ഞു. കൂടെയുള്ളവരെല്ലാം ഓരോ വഴിക്ക് പോയി. ഞാൻ എൻ്റെ വഴിക്കും. കരിക്ക് വെട്ടിവെക്കുന്ന റഹ്മാനിക്കയുടെ സഹായത്താൽ സിംഗപ്പൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ടീ ബോയ് ആയിട്ട് ജോലി കിട്ടി. കള്ളപ്പേരിൽ ഇത്രയും നാൾ ജീവിച്ചു. പേടിച്ചിട്ടാ കത്തയക്കാതിരുന്നത്. പോലീസ് പിടിച്ചാലോ. വീട്ടിലേക്ക് ഞാൻ കൊടുത്തയച്ച കാശൊന്നും അവിടെ കിട്ടിയിട്ടില്ലെന്ന് വാസു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാറാക്കുട്ടിയെ കെട്ടിച്ചയക്കാൻ വന്നതാ. കല്ലറ മണിയാനാ വിധി. എന്റെ പെങ്ങളെ അമ്മച്ചി നോക്കില്ല പറഞ്ഞു കുഞ്ഞ്. പാപ്പിച്ചേട്ടൻ മരിച്ചതും ശൗരി പോയതും ഒക്കെ ഞങ്ങൾ കാരണമാണെന്നും പറഞ്ഞ് പിണങ്ങി നടക്കുകയായിരുന്നു സാറേയും അറിയിച്ചെടുത്തേയും. അടുക്കാൻ എത്ര നോക്കിയിട്ടും അടുത്തില്ല. എഴുതി അറിയിക്കാൻ ശൗരിയുടെ വിലാസവും ഇല്ല. വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതിലേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല പറഞ്ഞു കുഞ്ഞ്. മനസ്സ് നന്നങ്ങ് പറഞ്ഞു പോയതാ. ആ ചെട്ടിയാരെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീട് ഒഴിപ്പിച്ചെടുക്കണം. അതുവരെ കാണും ഞാനിവിടെ. അത് കഴിഞ്ഞ പോവും. തിരിച്ചു പോകണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ആത്മഹത്യ ചെയ്യുന്നത് ആണത്തമല്ലാത്തതുകൊണ്ട്. പോകരുത് ശൗര്യന്, എങ്ങും പോകരുത്. മറ്റാരുമില്ല ഞങ്ങൾക്ക്. കഥ വായിച്ചില്ലേ? വായിച്ചു. വായിച്ചേ ഉള്ളോ? എന്നെ കണ്ടില്ലേ? പാർവതി കുഞ്ഞെ, ഇവിടുന്ന് പോകരുത്.